എറണാകുളം അമൃത വിദ്യാപീഠത്തിൽ വെച്ച് സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് കുഫോസ് വൈസ് ചാൻസലർ ബിജുകുമാർ. താൻ പരിപാടിയിൽ പങ്കെടുത്തതായുള്ള വാർത്ത തികച്ചും തെറ്റാണെന്നും ബിജുകുമാർ വ്യക്തമാക്കി. വാർത്തയുടെ വിവരങ്ങൾ തിയോഫിൻ നൽകും. തിയോഫിൻ, 4 വൈസ് ചാൻസലർമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു നേരത്തെയൊക്കെ വന്ന വാർത്ത. ഇപ്പോൾ കുഫോസ് വൈസ് ചാൻസലർ ബിജുകുമാർ താൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നൊരു പ്രതികരണവുമായി വരുന്നുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് ആ പ്രതികരണം? വർഷ, ഈ സംഭവം അതായത് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 4 വൈസ് ചാൻസലർമാർ RSS സംഘപരിവാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു എന്ന വാർത്ത വന്നതോടുകൂടിയാണ് കുഫോസ് VC ഡോക്ടർ എ ബിജുകുമാർ തൻ്റെ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഈ അതായത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, ഇന്ന് വൈകിട്ട് നടന്ന പൊതുസഭ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മോഹൻ ഭഗവത് മുഖ്യ പ്രഭാഷണം നടത്തി, മുഖ്യാതിഥിയായിരുന്ന പരിപാടി. ആ പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നാണ് ബിജുകുമാറിൻ്റെ വിശദീകരണം. അതേസമയം ഇന്ന് നടന്ന മറ്റൊരു സെഷനിൽ, അതിന് മുൻപുള്ള നടന്ന ഒരു സെഷനുണ്ട്. ആ സെഷനിൽ താൻ പങ്കെടുത്ത് സംസാരിച്ചത് അദ്ദേഹം നിഷേധിക്കുന്നുമില്ല. അതായത് 2 പരിപാടികളാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് കൊച്ചിയിൽ നടന്നത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഉച്ച കഴിഞ്ഞ് 2:30 ഒരു സെഷൻ നടന്നു. അതിനുശേഷം വൈകിട്ട് 4:30 പൊതുസഭ എന്നൊരു പരിപാടി നടന്നു. ജ്ഞാനസഭ എന്ന് പറയുന്നത് ഈ പരിപാടിയുടെ പൊതുവെയുള്ള പേരാണ്. അതായത് ഇന്നും നാളെയുമായി നടക്കുന്ന പരിപാടിയിലുള്ള പേരാണ്. അതുകൊണ്ട് ജ്ഞാനസഭയിൽ പങ്കെടുത്തില്ല എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന 2 സെഷനുകൾ, ഉച്ചയ്ക്ക് ശേഷം നടന്ന 2 സെഷനുകളിൽ വിവിധ സെഷനുകളിലായി 4 VC-മാരാണ് പങ്കെടുത്തത്. അതിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ, അതോടൊപ്പം കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC ഡോക്ടർ KK സാജു, കുഫോസ് VC A ബിജുകുമാർ, ഇത്രയും പേരാണ് ഇതിൽ പങ്കെടുത്തത്, പ്രധാന വൈസ് ചാൻസലർമാർ. ഇവർ 2 സെഷനുകളിലായി പങ്കെടുത്തു. പക്ഷേ ഈ ബിജുകുമാർ പറയുന്നതനുസരിച്ച് അദ്ദേഹം പറയുന്നത് അംഗീകരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വാർത്ത വിവാദമായതോടുകൂടി അതിൽ നിന്ന് തലയൂരാനുള്ളൊരു ശ്രമമാണ്. RSS പരിപാടിയാണ് എന്ന് താൻ അറിഞ്ഞില്ല എന്ന് സ്ഥാപിക്കാനായിരിക്കാം ഒരുപക്ഷെ ആ ശ്രമം. എന്തായാലും പരസ്യമായ രഹസ്യമാണിത്. RSSൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി എന്നത് RSSൻ്റെ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഘടനയാണ് ശിക്ഷ സംസ്കൃതി ഉദ്ധാൻ ന്യാസ്. ഈ സംഘടനയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അമൃത ആശുപത്രിയുടെ സഹകരണത്തോടു കൂടിയായിരുന്നു ഈ സെമിനാറും പരിപാടികളും സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയിലാണ് ഉച്ച കഴിഞ്ഞ്, അതായത് ആദ്യം നടന്ന ഒരു സെഷനുണ്ട് ഈ വിദ്യാഭ്യാസ മേധാവികളുടെ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കുഫോസ് VC വ്യക്തമാക്കുന്നത്. അത് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ വിമർശനങ്ങൾ ശക്തമായതാണോ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.